ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ കൊലപാതകത്തിന് പിന്നാലെ ചാരസംഘടനയായ മൊസാദിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതീവ സുരക്ഷയുണ്ടായിട്ടും ഖമനേയിയെ എങ്ങനെയാണ് വെറും സെക്കൻഡുകൾ കൊണ്ട് ഈ ചാരസംഘടന വധിച്ചിട്ടുണ്ടാവുക? പരിശോധിക്കാം. ഇറാനെ രാഷ്ട്രീയ സൈനിക ശക്തിയായി കെട്ടിപ്പടുത്ത പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധം കുറച്ചൊന്നുമല്ല പശ്ചിമേഷ്യയെ പിടിച്ചുകുലുക്കിയത്. അതീവ സുരക്ഷയുള്ള ഇറാന്റെ പരമോന്നത നേതാവിനെ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി കൊലപ്പെടുത്തിയത് എങ്ങനെയായിരിക്കും? ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനത്തിൽ നുഴഞ്ഞുകയറിയ അമേരിക്ക ഇസ്രയേൽ ചാരന്മാരുടെ അതീവ ശ്രദ്ധയോടെയുള്ള നീക്കമാണ് ഇതിനു പിന്നിൽ. 2025 ജൂണിലെ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ഇറാൻ ഭരണ നേതൃത്വത്തെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ അമേരിക്കയും ഇസ്രയേലും സജീവമാക്കിയിരുന്നു. ഖമനേയി പങ്കെടുക്കുന്ന യോഗങ്ങൾ, ഓരോ ദിവസവും എവിടെയൊക്കെ എത്ര നേരം ചിലവഴിക്കുന്നു, കൂടെ ഉണ്ടാകുന്ന സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെ പറ്റിയെല്ലാം വിവരങ്ങൾ ചോർത്തി. ഇറാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ ആശയവിനിമയ ശൃംഖലകളും ചോർത്തപ്പെട്ടു. അവർ എവിടെയൊക്കെയാണ് താമസിക്കുന്നതെന്ന് വരെ ചാരന്മാർ മനസ്സിലാക്കി. ഫെബ്രുവരി 27 രാത്രി തന്നെ ഖമനേയിക്ക് നേരെ ആക്രമണം നടത്താൻ അമേരിക്കയും ഇസ്രയേലും തീരുമാനിച്ചു. എന്നാൽ പദ്ധതിയിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടാകുന്നു. ശനിയാഴ്ച രാവിലെ ടെഹ്റാനിലെ ഭരണസിരാ കേന്ദ്രത്തിൽ ഖമനേയിയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ഒത്തുചേരുമെന്ന നിർണായക വിവരം സിഐക്ക് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണ സമയത്തിൽ മാറ്റം വരുത്തി. ഇതിനോടനുബന്ധിച്ച് ഫെബ്രുവരി 27 തന്നെ ടെഹ്റാൻ ലക്ഷ്യമാക്കി ഇസ്രയേലിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പുറപ്പെട്ടു. ആദ്യം ടെഹ്റാന് മുകളിലൂടെ ഇസ്രയേലി വിമാനങ്ങൾ വട്ടമിട്ട് പറന്നു. വെറും 60 സെക്കൻഡ് മാത്രം നീണ്ട ആക്രമണത്തിലൂടെ ഖമനേയിയുടെ വസതിയെ തീഗോളമാക്കി മാറ്റി. 30-ലധികം മിസൈലുകളാണ് ഖമനേയി ഉണ്ടായിരുന്ന കെട്ടിടത്തിലേക്ക് പതിച്ചത്. അതീവ കൃത്യതയുള്ള മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഖമനേയിക്ക് പുറമെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുഹമ്മദ് പാക്പോർ, പ്രതിരോധ മന്ത്രി അസീർ നസീർ സാദെ, മിലിറ്ററി കൗൺസിൽ തലവൻ അഡ്മിറൽ അലി ഷംഖാനി എന്നിവരും കൊല്ലപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് ഗൾഫ് രാഷ്ട്രങ്ങളെ ഉൾപ്പെടെ മുൾമുനയിൽ നിർത്തി ഇറാൻ പ്രത്യാക്രമണം ശക്തമാക്കിയത്. രാജ്യത്തെ ഇന്റലിജൻസ് സംവിധാനത്തിൽ നുഴഞ്ഞുകയറിയ അമേരിക്ക ഇസ്രയേൽ ചാരന്മാരെ കണ്ടെത്തലാണ് എക്കാലത്തും ഇറാന്റെ മുന്നിലുള്ള വെല്ലുവിളി. കഴിഞ്ഞ വർഷം ജൂണിൽ നടത്തിയ ആക്രമണത്തിൽ ഉന്നത ആണവ ശാസ്ത്രജ്ഞരും ജനറൽമാരും നേതാക്കളും കൊല്ലപ്പെട്ടപ്പോൾ തന്നെ മൊസാദും CIA-യും ഇറാൻ ഭരണകൂടത്തിന്റെ ഓരോ ചലനവും നിരീക്ഷിച്ചതെന്ന് വ്യക്തമായിരുന്നു. രാജ്യത്ത് നുഴഞ്ഞുകയറിയ മൊസാദ് ഏജന്റുമാരെ കണ്ടെത്താൻ ഇറാൻ സീക്രട്ട് സർവീസ് യൂണിറ്റിനെ നിയോഗിച്ചിരുന്നു. എന്നാൽ ജൂണിലെ ആക്രമണത്തിന് ശേഷമാണ് ഈ യൂണിറ്റിന്റെ തലവൻ തന്നെ മൊസാദ് ഏജന്റ് ആയിരുന്നുവെന്ന് തെളിഞ്ഞത്. മറ്റ്20 പേരും മൊസാദിന് വിവരങ്ങൾ ചോർത്തി നൽകി. ഇക്കാര്യം മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നിജാദ് CNN തുർക്കി എഡിഷനിലെ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തിയത്. നേരിട്ട് യുദ്ധം തുടങ്ങിയാൽ ഖമനേയിയെ വധിക്കുക പ്രയാസമായിരിക്കുമെന്ന് അമേരിക്കയ്ക്കും ഇസ്രയേലിനും അറിയാം. മിസൈലുകൾക്കും തോക്കുകൾക്കും എത്തിച്ചേരാൻ സാധിക്കാത്ത സുരക്ഷാ ബങ്കറുകളിലേക്ക് ഖമനേയിയെ മാറ്റിയാൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ലെന്ന് ഇരുകൂട്ടരും വിലയിരുത്തി. അതിനാലാണ് രഹസ്യ ഏജൻസികളായ CIA-യും മൊസാദും ഖമനേയി വധത്തിനായി മാസങ്ങൾ മുൻപേ നീക്കങ്ങൾ തുടങ്ങിയത്. വർഷങ്ങളായി ടെഹ്റാനിലെ എല്ലാ ട്രാഫിക് ക്യാമറകളും ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നുവെന്നാണ് വിവരം. സുരക്ഷാ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിവരങ്ങൾ, അവരുടെ മേൽവിലാസം, ജോലി സമയം, യാത്ര ചെയ്യാൻ ഏത് വഴി തിരഞ്ഞെടുക്കുന്നു തുടങ്ങി നിർണായകമായ പല വിവരങ്ങളും ചോർത്തിയിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഇറാനിലെ ജനപ്രിയ പ്രാർത്ഥനാ ആപ്പും ഇസ്രയേൽ ഹാക്ക് ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മൊസാദ് രഹസ്യ ഏജന്റുമാർ ദന്ത ഡോക്ടർമാരെയും ഇറാനിലേക്ക് നുഴഞ്ഞു കയറ്റിയതായി ആരോപണമുണ്ട്. സൈനികരെ പരിചരിക്കാനെത്തുന്ന ഡോക്ടർമാർ പല്ലുകളിൽ ട്രാക്കിംഗ് ഉപകരണങ്ങൾ സ്ഥാപിച്ചുവെന്നാണ് മറ്റൊരു കഥ.